RDX ആദ്യ വിഷയത്തിലേക്ക് KPCC നേതൃമാറ്റത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുകയാണോ? സണ്ണി ജോസഫ് ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിൽ ആന്റോ ആന്റണിക്ക് പുറമെ വേറെയും MP-മാർ പങ്കെടുക്കാതിരുന്നത് ചർച്ചയാവുന്നു. കൂടിയാലോചനയില്ലാതെ നേതൃമാറ്റം നടത്തിയതാണ് വിട്ടുനിൽക്കലിന് കാരണം എന്നാണ് സൂചന. പുതിയ നേതൃത്വവും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ K. സുധാകരൻ ഇന്ന് ഡൽഹിക്ക് പോയില്ല. അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ദിവസം തന്നെ കോൺഗ്രസ് നേതാവും MP-യുമായ കൊടിക്കുന്നിൽ സുരേഷ് കലാപക്കൊടി ഉയർത്തിയതാണ് മറ്റൊന്ന്. കൂടിയാലോചന ഇല്ലാതെയാണോ KPCC നേതൃമാറ്റമുണ്ടായത്? ഭരണമാറ്റം എന്ന കോൺഗ്രസ് ലക്ഷ്യത്തെ പിന്നോട്ടടിക്കുമോ തമ്മിലടി? കേരളത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സണ്ണി ജോസഫിനാകുമോ? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. KPCC നേതൃമാറ്റത്തിൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളുടെ അതൃപ്തി പരസ്യമാവുകയാണ്. പുനഃസംഘടനയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്തതിനായി ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിൽ K. സുധാകരൻ പങ്കെടുത്തില്ല. ചുമതല ഏറ്റെടുത്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർക്കൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും യോഗത്തിന്റെ ഭാഗമായി. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സണ്ണി ജോസഫും അടൂർ പ്രകാശും പറയുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാനം വരെ സജീവമായി പരിഗണിക്കപ്പെട്ട ആന്റോ ആന്റണി MP ഇന്നലത്തെ ചടങ്ങിനെത്തിയില്ല. മാത്രമല്ല, തനിക്കെതിരായ ചില നീക്കങ്ങൾ നടക്കുന്നതായി ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയും ചെയ്തു. കൂടിയാലോചന നടത്താതെ ടീമിനെ പ്രഖ്യാപിച്ചുവെന്ന പരിഭവം ചില MP-മാർക്കുണ്ട്. ശശി തരൂർ, MK രാഘവൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ MP-മാരുടെ അസാന്നിധ്യവും പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇന്ദിരാഭവനിൽ പ്രകടമായി. കൊടിക്കുന്നിലിന്റെ പരാതി പറച്ചിലും മുരളീധരന്റെ മറുപടിയുമെല്ലാം ആദ്യ ദിവസം തന്നെ കല്ലുകടിയുമായി. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്തൊക്കെയാണ് ഈ വിഷയത്തിലെ മറ്റ് വിശദാംശങ്ങൾ എന്നുകൂടെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കി വരാം. ഡൽഹിക്ക് ഇന്ന് പോയില്ല K. സുധാകരൻ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിവരം. ഇന്ന് ചുമതല കൈമാറ്റത്തിന് ശേഷം AICC വിളിച്ച നേതൃയോഗത്തിൽ K. സുധാകരൻ ഇന്ന് പങ്കെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗം പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്താൻ വേണ്ടിയായിരുന്നു, പക്ഷേ അദ്ദേഹം പോയില്ല. സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിന് ആന്റോ ആന്റണി MP എത്തിയിരുന്നില്ല എന്നത് അപ്പോൾ തന്നെയും ശ്രദ്ധേയമായിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിലെ അസ്വാരസ്യമാണ് എന്ന് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഒരു സൂചനയായിട്ടുള്ളത്. ആന്റോ ആന്റണിയെ കൂടാതെ വേറെ ചില MP-മാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. അത് ഈ കാരണം കൊണ്ടാണ് എന്ന്. എത്താതിരുന്നത് ശശി തരൂർ, MK രാഘവൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് എന്നീ MP-മാരാണ് എന്ന കണക്ക് നമ്മുടെ കൈവശമുണ്ട്. KPCC പുതിയ ടീമിൽ ആർക്കും അതൃപ്തിയില്ല എന്നാണ് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തെത്തി വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത്. ചില നേതാക്കൾ ചടങ്ങിനെത്താതിരുന്നത് അസൗകര്യമുള്ളതിനാലാണെന്ന് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ നേതൃത്വത്തെക്കുറിച്ച് അതൃപ്തി ഉള്ളതായി അറിയില്ല എന്ന് തന്നെയാണ് അടൂർ പ്രകാശും മാധ്യമങ്ങളോട് ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. കൊടിക്കുന്നിലിന് അതൃപ്തി ഉണ്ടെങ്കിൽ AICC അറിയിക്കണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അദ്ദേഹം AICC ആണ് അറിയിക്കേണ്ടത്, KPCC അല്ല. KPCC DCC പുനഃസംഘടനയിൽ സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതാണ് മറ്റൊരു വിവരം നമ്മുടെ മുന്നിലേക്ക് വന്നത്. അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവർക്ക് ഇനിയും ആർത്തി അവസാനിച്ചിട്ടില്ല എന്നുകൂടെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതായി കണ്ടു. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിലാണ് കൊടിക്കുന്നിൽ സുരേഷ് അതൃപ്തി പ്രകടമാക്കിയത്. തുടക്കത്തിലെ കല്ലുകടിയിൽ ഒന്ന് അതായിരുന്നു. ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം ഒരാൾ പോലും KPCC പ്രസിഡന്റ് ആയില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് അതേ വേദിയിൽ വെച്ച് പറഞ്ഞു. വിമർശനം ഉയർത്തിയത് മുൻ KPCC പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ ചടങ്ങിൽ പറഞ്ഞത്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ മാറ്റി നിർത്തുന്നു എന്ന പരാതി പരിഹരിക്കണം എന്ന് കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ആവശ്യപ്പെട്ടു. മുരളീധരൻ അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. കൊടിക്കുന്നിൽ സങ്കടപ്പെടേണ്ട, MP എന്നത് നല്ല പദവിയാണ് എന്ന് K. മുരളീധരൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഡൽഹിക്ക് പോകാം, സർക്കാർ ചെലവിൽ വിമാന ടിക്കറ്റ് ലഭിക്കും എന്ന് അദ്ദേഹം ഒരൽപ്പം തമാശ മട്ടിൽ K. മുരളീധരൻ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം സ്വന്തം മണ്ഡലം നോക്കാൻ മറക്കരുത് എന്ന് സണ്ണി ജോസഫിനോട് K. മുരളീധരൻ പറയുകയുണ്ടായി. അവിടെ വെച്ച് 120 സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ വിജയമുണ്ടാകില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ K. മുരളീധരൻ അവിടെ പറഞ്ഞു. കണ്ടുമടുത്ത മുഖങ്ങൾ മാറണം, നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാറ്റം വേണമെന്ന് മുരളീധരൻ അവിടെ പറഞ്ഞു. ഒറ്റക്കെട്ടായി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നും. പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വടകരയിൽ കാലുകുത്തിയതോടെ ഷാഫി പറമ്പലിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ ചിരികൾക്ക് ഇടയാക്കി. തൃശ്ശൂരിലേക്ക് പോയതോടെ തൻ്റെയും TN പ്രതാപൻ്റെയും ഗ്രാഫ് ഇടിഞ്ഞു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ കൊടിക്കുന്നിലിന് മുമ്പും പരിഭവം ഉണ്ടായിരുന്നു. മുമ്പ് ദളിത് പ്രോഗ്രസ് കോൺക്ലേവിലും പരിഭവം പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയത്തെ മുന്നോട്ട് വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ പലതരം ആക്രമണങ്ങൾ നേരിട്ടു എന്ന് അദ്ദേഹം പറയുന്നു. സംവരണ മണ്ഡലങ്ങളിൽ തുടർച്ചയായ ജയം എളുപ്പമല്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടുന്നു. തന്നെക്കാൾ കൂടുതൽ MLA-യും MP-യുമായവർ ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടില്ല എന്നൊരു പരാതിയും പരിഭവവും അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആന്റോ ആന്റണിയാണ് എത്താത്ത ഒരാൾ. അന്നത്തെ പരിപാടിയിൽ സണ്ണി ജോസഫ് ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് അദ്ദേഹം വന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ അസ്വാരസ്യം പുകയുന്നു എന്ന് ചില ആളുകൾ പറയുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതൊക്കെ
കഴിഞ്ഞ ദിവസത്തെ കൂടെ വിവരങ്ങളാണ്. നമ്മൾ സമഗ്രമായിട്ടത് ഒന്ന് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചാണ്. എനിക്കതിനകത്ത് ഒരു കാര്യമുള്ളത്, കൊടിക്കുന്ന് സുരേഷ് പറഞ്ഞത് വേദിയിലെ KPCC അധ്യക്ഷന്മാരുടെ ഫോട്ടോസൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സമുദായത്തിൽ നിന്ന് മാത്രം ആളുകൾ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതയാണ് എന്നാണ് എൻ്റെ ഒരു നിലപാട് അക്കാര്യത്തിൽ. അതായത് ഈ നമ്മുടെ ദളിത് വിഭാഗങ്ങളിൽ ആരും കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല എന്നത് വസ്തുത മാത്രമാണ്. കൊടിക്കുന്നിൻ്റെ പരാതിക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ വേറെ വഴിക്ക് നോക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആ പ്രശ്നം ശരിയാണല്ലോ എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ഹർഷൻ, എന്താ ഈ പൊതുവിൽ കണ്ടാൽ പറയാൻ പറ്റും? തീർച്ചയായും. പക്ഷേ ഈ AICCയുടെ പ്രസിഡന്റ് ഒരു ദളിത് ആണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവർക്ക് ഉയർത്തിക്കാട്ടാനുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. കേരളത്തിൽ പക്ഷേ വേണ്ട പരിഗണന ദളിത് റെപ്രസെൻറ്റേഷൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് കേരളത്തിലുള്ളത് അത് കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. മാത്രമല്ല അവർ ഈ പല തലത്തിൽ ഒരു സംഘടിത ശക്തിയായി നിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പലതായി ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ KPCC പ്രസിഡന്റിൻ്റെയും മറ്റു ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വന്നാൽ അതിലെ കൗതുകകരമായ കാര്യം സുധാകരൻ ഇത്രമേൽ സങ്കടപ്പെടാനൊന്നും സത്യത്തിൽ സംഭവിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ്സിൽ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വളരെ സെറിമോണിയൽ എക്സിറ്റ് നടന്നിട്ടുള്ളത് സുധാകരൻ്റെ കാര്യത്തിലാണ്. പണ്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ വലിയ കാര്യമായി പ്രസംഗിച്ച മുരളീധരൻ KPCC പ്രസിഡന്റ് ആവുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയെ ഇരുട്ടി വെളുക്കുമ്പോൾ എടുത്ത് മാറ്റിയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇപ്പോഴുണ്ടായിട്ടില്ല. മാത്രമല്ല അവിടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ച് അതും എത്ര സ്നേഹത്തോടെയാണെന്ന് സുധാകരൻ തന്നെ പറയുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തെ അനുഗമിച്ച് ഒക്കെയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. തീർച്ചയായും അത് പുറത്തേക്കുള്ള പോക്കാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് പിന്നെയും ഒപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് ഒരു അക്കോമഡേഷൻ വേണമല്ലോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് പോലെയാണല്ലോ എപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ഒരു പ്രധാന നേതാവ് ഉണ്ടാകും, നേതാവിനൊപ്പം കുറച്ച് പേരുണ്ടാകും. അവരെ ഈ നേതാവ് അക്കോമഡേറ്റ് ചെയ്ത് വിവിധ പൊസിഷനുകളിലൊക്കെ ഇരുത്തും. അങ്ങനെ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു, നല്ല നേതാക്കന്മാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ലിജുവിനെ പോലെയുള്ള ഒരു നേതാവ്. ഇപ്പോൾ പുനഃസംഘടനയിൽ ലിജുവിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള കുറേ നേതാക്കളെ ഒപ്പം നിർത്തിയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. അതുകൂടിയാണ് ഒരു പരിധിവരെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും കോൺഗ്രസിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ നേതാവ് ഒന്ന് പരിഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർ ഒന്ന് പരിഭവിച്ചില്ലെങ്കിൽ ആ പുനഃസംഘടനയിൽ പിന്നെ അടുത്ത പുനഃസംഘടനയിൽ ആ ഒപ്പം നിന്നവർ തഴയപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സുധാകരൻ, അതുകൊണ്ടായിരിക്കാം സുധാകരൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം എടുത്താൽ, കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന MP ആണ്. അദ്ദേഹം ആ നിലയ്ക്ക് അദ്ദേഹത്തെ അതുകൂടി നമ്മൾ പാർട്ടി അങ്ങനെ പരിഗണിച്ചു എന്നതുകൂടി നമ്മൾ കാണണം. തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷിനെ ആ നിലയ്ക്ക് പരിഗണിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന പന്തള സുധാകരന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ശരിയാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ ഒരു സുഖകരമായ സംഗതിയായി നമുക്ക് തോന്നുന്നുമില്ല. പിന്നെ മറ്റ് നേതാക്കന്മാരുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ, ആൻ്റണി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കുറച്ച് ഗൗരവമാണ്. കാരണം ഈ പേരുകളെല്ലാം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി പരിഗണിച്ച പേരുകളാണ്. ഇവരെല്ലാം MP-മാരാണ്. ഈ പേരുകളെല്ലാം പരിഗണിച്ചതാണ്. അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു അപകട സൂചനയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ അവർ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കും. കാരണം ഒരു ശക്തമായ രണ്ട് ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ സനീഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, 10-34 MLA-മാരെയൊക്കെ കൂട്ടിയിട്ട് കരുണാകരൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പുറത്ത് ഏതാണ്ട് അത്ര തന്നെ MLA-മാരുമായി AK ആൻ്റണി നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് അവിടെ ആ നിലയ്ക്ക് നിൽക്കുന്നു. ശക്തമായ സംഘർഷം ഉണ്ടാകുന്നു. ഓരോ കാര്യത്തിലും അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് അന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ നേതൃമാറ്റവും ഈ തീരുമാനങ്ങളും ഒക്കെ എന്തിനാണ്? ഇപ്പോൾ ദീപാദാസ് മുൻഷി വന്ന് സുനിൽ കനകോലു പഠനമൊക്കെ നടത്തി ഈ നേതൃമാറ്റം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനെത്രത്തോളം പ്രാപ്തമാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ പുനഃസംഘടന എന്നുള്ള ചോദ്യം വേറെയായി നിലനിൽക്കുകയാണ്. അതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ പറയാൻ ശ്രമിച്ചത്, ആകെ 21 സീറ്റാണ് ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഭരണം പിടിക്കണമെങ്കിൽ അത്ര ഹിമാലയൻ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. ഇതിൽ കോൺഗ്രസിന് പറ്റിയൊരു പാളിച്ചയായിട്ട് എൻ്റെ വ്യക്തിപരമായൊരു വിലയിരുത്തൽ, കഴിഞ്ഞ തവണ തുടർഭരണം കിട്ടിയപ്പോൾ ശക്തമായി അണികളെല്ലാം കൂടെ ഗ്രൂപ്പിസത്തിനെതിരെ അങ്ങ് ആഞ്ഞു നിന്നു. സത്യത്തിൽ കേരളത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്തുള്ള ഈ ഗ്രൂപ്പിസമാണ്. എല്ലാ ഘട്ടത്തിലും അവസാന നിമിഷം വരെ ഇവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലനിർത്തുന്നത് ഇതിനകത്തെ ഈ ആഭ്യന്തര സംഘർഷം കൂടിയാണ്. അത് സത്യത്തിൽ ഇല്ലാതായി കഴിഞ്ഞ കുറച്ച് നാൾ എന്നുള്ളത് വാസ്തവമാണ്. അപ്പം വലിയൊരു സംഘർഷമില്ല, പ്രശ്നങ്ങളില്ല എന്നൊക്കെ ഒരു തോന്നലുള്ളിലുണ്ടാവും. പക്ഷേ
ഈ ഫൈറ്റിംഗ് സ്പിരിറ്റിലാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ഇവിടെ ജയിച്ചു വന്നിട്ടുള്ളത്. ഈ ആഭ്യന്തര പ്രശ്നം ഉള്ളപ്പോഴാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ഇവരെന്താണ് അന്നത്തെ മുഴുവൻ നേതാക്കന്മാരെയും അങ്ങ് തള്ളിപ്പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞു, എ കെ ആന്റണിയെ തള്ളിപ്പറഞ്ഞു. എല്ലാവരെയും മാറ്റി പുതിയ ടീം വരട്ടെ, ഗ്രൂപ്പും വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നു. പക്ഷേ ആ സംവിധാനത്തെ നയിക്കാൻ തക്കവണ്ണമുള്ള, അങ്ങനെയാകുമ്പോൾ ആർജവമുള്ള നേതാക്കന്മാർ വേണം മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ആ സംവിധാനം അത് സണ്ണി ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്നുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ തോറ്റത് സത്യത്തിൽ ഇവരുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല. പ്രതിപക്ഷം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നതിൻ്റെ പകുതി ആരോപണം ഇപ്പം വി ഡി സതീശന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ നല്ല കൃത്യമായ ആരോപണങ്ങൾ കൊണ്ടുവന്നു. പല വിഷയത്തിലും സംസ്ഥാന സർക്കാരിന് പിന്നിലേക്ക് പോകേണ്ടി വന്നു കൊണ്ടുവന്ന ആരോപണങ്ങളിൽ. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഈ ഇടതുപക്ഷം പരിഹസിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് ഒപ്പം നിന്നവരും ഈ ഗ്രൂപ്പിസം കൊണ്ട് പരിഹസിച്ചു. പക്ഷെ അതുകൊണ്ടല്ല തോറ്റതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. കാരണം സർക്കാരിന് അനുകൂലമായ അല്ലെങ്കിൽ LDF അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ അതുകൊണ്ട് കരുതലോടെയുള്ള ചുവടുവയ്പ്പാണ് കോൺഗ്രസിന് ഇനി നല്ലത് എന്നുള്ളതാണ്. അതിനകത്ത് ഹർഷൻ, എനിക്കിപ്പോൾ ആന്റണി അടക്കമുള്ള ആളുകൾ വന്നില്ല പരിപാടിക്ക് എന്നൊക്കെ പറയുന്നത് എനിക്ക് അന്ന് തന്നെ ഞാനത് അന്വേഷിച്ചിരുന്നു. പക്ഷേ അവരുടെ യുവാവായുള്ള ചെറുപ്പക്കാരനുള്ള ഒരു നേതാവ് അവിടെ പത്തനംതിട്ടയിൽ മരിച്ചു. അപ്പോൾ ആ മരണസ്ഥലത്തേക്ക് പോയതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ രാഷ്ട്രീയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് ആന്റണി പോകേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ മരിച്ചുപോയത്. അതും വളരെ ചെറുപ്പക്കാരനുള്ള നേതാവാണ്. പല നേതാക്കളും അവിടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അതെന്തെങ്കിലും തരത്തിൽ എന്ന് മാത്രമല്ല, ഹർഷൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞാണ്, അതായത് നമ്മൾ രാഷ്ട്രീയമൊക്കെ നന്നായിട്ട് എന്താ വെച്ചാൽ കുറച്ചുകൂടെ കേരളം ചെറുപ്പമായിരുന്ന കാലത്ത് ശ്രദ്ധിക്കുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കെന്ന് വെച്ചാൽ വലിയ തമ്മിൽ തല്ലാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ പ്രശ്നങ്ങൾ, അതായത് വലിയ നേതാക്കളിൽ നിന്ന് ടവറിങ് ഹൈറ്റ്സുള്ള നേതാക്കളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രാധാന്യമുണ്ടല്ലോ, കോൺഗ്രസിന് പൊതുമണ്ഡലത്തിൽ കിട്ടുന്ന പ്രാധാന്യം, അത് ഇത്തരം സംഭവങ്ങൾക്കകത്ത് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമാണ്. ഇപ്പോഴും പിണറായി വിജയൻ ഇങ്ങനെ ഒരു വലിയ ഫിഗറായിട്ട് നിൽക്കുകയും കോൺഗ്രസിലെ നേതാക്കളൊക്കെ താഴേക്ക് നിന്നിട്ട് ഉള്ള ചെറിയ സംഭവമായിട്ടാണ് നമുക്ക് തോന്നുക എന്നൊരു കാര്യം അതിനകത്തുണ്ട്. ഈ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായത് എങ്ങനെയാണ് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം സണ്ണി ജോസഫ് സ്വന്തം നിലക്ക് KPCC അധ്യക്ഷനാകുമെന്ന് സമീപകാലം വരെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഈ പോസ്റ്ററിൽ പടം കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചാൽ പോസ്റ്ററിൽ പടം കണ്ടാലൊക്കെ തിരിച്ചറിയും. കാരണം അദ്ദേഹം ദീർഘകാലം MLA ആയിട്ട് നിന്നയാളാണ്, സഭയിലൊക്കെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളിലൊന്ന് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല. പക്ഷേ എനിക്ക് സണ്ണി ജോസഫിനെ കണ്ണൂരുകാരനായതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം കുറേ കൂടെയൊക്കെ നോക്കിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സണ്ണി ജോസഫ് ചില്ലറക്കാരനൊന്നുമല്ല. സണ്ണി ജോസഫ് K. സുധാകരൻ്റെ തൊട്ട് പിന്നാലെ നിൽക്കുന്നൊരു നേതാവായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം വന്നിരിക്കുന്നത്. അവിടെ KPCC DCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ, അദ്ദേഹത്തിൻ്റെ ആ കാലം എന്ന് വെച്ചാൽ അവിടെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോര് നടക്കുന്ന സമയമാണ്. അതായത് നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിലെ ആ ടൗണിലെ 2 ഓഫീസുകളിലായിട്ടിരിക്കുന്ന കാലമാണത്. അതായത് ഒന്ന് തൊട്ടപ്പുറത്ത് DC ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് CPMൻ്റെ, ഇപ്പുറത്ത് DCC ഓഫീസ്, ഇവരുടെ കോൺഗ്രസിൻ്റെ ഓഫീസ്. ഇതിപ്പോൾ MP ഗോവിന്ദൻ, പിണറായി വിജയൻ, മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി പ്രധാനപ്പെട്ട CPM നേതാക്കൾ, ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ K. സുധാകരൻ അടക്കമുള്ള ആളുകൾ അവിടെയായിരുന്നു. അപ്പോൾ സണ്ണി ജോസഫ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. സണ്ണി ജോസഫിന് 72 വയസ്സുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ഏതാണ്ട് 72 വയസ്സാണ്. അപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്ററുടെ അത്ര തന്നെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് ഈ സണ്ണി ജോസഫ്. പിന്നെ K. സുധാകരൻ വളരെ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ എനർജറ്റിക്കായിട്ടും കുറച്ച് അഗ്രസീവായിട്ടും സംസാരിക്കുന്നൊരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുകയാണ് ഇദ്ദേഹം എന്ന തോന്നലേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ എന്ന് പറയുന്ന ആ ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ജില്ലയിലാകെ CPMഉം RSSഉം BJPയും അതിശക്തമായിട്ട് ഈ ശാരീരികമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരസ്പരം കൊലപാതക പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJP RSS CPM അപ്പുറത്ത് എന്ന നിലക്ക് മാത്രം കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ കോൺഗ്രസ് സജീവമായിട്ട് നിൽക്കാൻ കാരണക്കാരായ ആളുകളിൽ പ്രധാനപ്പെട്ട ആളാണ് സണ്ണി ജോസഫൊക്കെ. അദ്ദേഹം പേരാവൂർ ആ ഭാഗത്തൊക്കെയാണ് നേതാവെങ്കിലും സണ്ണി ജോസഫ് അവിടെ K. സുധാകരന് തൊട്ടു പിന്നാലെ DCC അധ്യക്ഷനായതാണ്. എന്ന് മാത്രമല്ല, അന്ന് K. സുധാകരനെതിരെ P. രാമകൃഷ്ണൻ, N. രാമകൃഷ്ണൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളുടെ മറ്റൊരു ഗ്രൂപ്പ് അവിടെ സജീവമായിരുന്നു. നമ്മൾ നേരത്തെ കേരളത്തിലെ പൊതു അന്തരീക്ഷം പറഞ്ഞതുപോലെ കേരളത്തിലെന്ന പോലെ അവിടെയും ഗ്രൂപ്പ് പോര് വലിയ തോതിൽ ശക്തമായിട്ട് നടക്കുകയും പുറത്ത് CPMൻ്റെയും BJPയുടെയും രാഷ്ട്രീയം കലക്കലുണ്ട്. ഇവിടെ ഇതിനകത്ത് സംഘർഷമുണ്ട്. ഈ സംഘർഷത്തിനകത്തൊക്കെ K. സുധാകരനൊപ്പം ഉറച്ചു നിന്നിട്ട് രാഷ്ട്രീയം കളിച്ച ആളാണ് സണ്ണി ജോസഫ്. അപ്പോൾ അങ്ങനെ സണ്ണി വക്കീൽ അങ്ങനെ പിന്നെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ എന്ന നിലക്കുള്ള പെർഫോമൻസ് കൂടെ നമ്മളിപ്പോൾ കാണുന്ന ചെറുപ്പക്കാരായുള്ള നേതാക്കൾ വരുന്നതിന് മുമ്പ് അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിശക്തമായുള്ള രാഷ്ട്രീയ പ്രസംഗം നടന്ന ആളാണ്. ഈ പറയുന്ന CPMൻ്റെയും BJPയുടെയും നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ നേർക്കുനേർന്ന് വാദത്തിൽ ജയിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല. എന്നാൽ അതേസമയം K. സുധാകരനുള്ളതുപോലെ അഗ്രസീവായുള്ള ടോണല്ല,
അദ്ദേഹത്തിന് ഈ തെക്കൻ കേരളത്തിൻ്റെ ചില സ്വഭാവ രാഷ്ട്രീയ സവിശേഷതകൾ കൂടെയുണ്ട്. തൊടുപുഴക്കാരനാണ്. അപ്പോൾ ഏത് നിലക്കാണ് അദ്ദേഹം പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹം അങ്ങ് അസ്തമിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അപ്രതീക്ഷിതമായി അങ്ങ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് കണക്കാക്കിയിരിക്കുന്നവരുടെ ഒരു വിന്നിങ് ഇക്വേഷൻ തന്നെയാണ്. അതായത് പാർട്ടി നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യാനി ഇരിക്കട്ടെ, അത് പാർലമെൻ്ററി നേതൃത്വത്തിൽ ഒരു നായരും ഇരിക്കട്ടെ, ഇതാണ് അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഒരു വിന്നിങ് ഇക്വേഷൻ എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ മാറി മറിഞ്ഞ് പല കാലത്ത് അല്ലാതെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ സമീപകാലത്ത് ആ നിലയ്ക്കൊക്കെയുള്ള ചില കണക്ക് കൂട്ടലുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഈഴവ വോട്ടുകൾ തെക്കൻ കേരളത്തിലേക്കാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കാൻ സാധ്യതയുള്ളതും പിടിക്കേണ്ടതുമായ ഒരു പ്രദേശം. അവിടെ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോയി എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല അതിന് അടൂർ പ്രകാശ് പ്രാപ്തനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ അടൂർ പ്രകാശിനെ ഇങ്ങനെ ഒരു UDF കൺവീനറായി അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം അങ്ങ് പരിഹരിച്ച് കളയാമെന്ന് കരുതിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. അതൊന്നും ഇതിൽ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ BJP-യുമായുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ ഇക്വേഷനിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിനെ ഇനി സണ്ണി ഡേയ്സ് എന്ന മുദ്രാവാക്യത്തോടെ പുതിയ നേതൃത്വത്തെ അവതരിപ്പിച്ച AICC-ക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലാണ് തുടക്കത്തിലെ കല്ലുകടി. കെ സുധാകരനിൽ തുടങ്ങി പല പ്രധാന നേതാക്കളും AICC വിളിച്ച യോഗത്തിന് എത്താതിരുന്നതോടെ പുതിയ പടപ്പുറപ്പാടിന് കോപ്പുകൂട്ടുകയാണോ നേതാക്കൾ എന്ന സംശയമാണ് ബാക്കി. ഗ്രൂപ്പുകൾ കൊണ്ട് വളർന്നും തളർന്നും മുന്നേറുന്ന കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തിന് വെല്ലുവിളിയാകുമോ നേതാക്കളുടെ പുറംതിരിഞ്ഞു നിൽക്കൽ എന്ന് കാത്തിരുന്ന് കാണണം. അതെല്ലാം പറഞ്ഞു തീർക്കാനുള്ള സമയം പോലും ഇനിയില്ല. സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന പാർട്ടി എത്രയും പെട്ടെന്ന് ട്രാക്കിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി RDX ആശംസിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്